നമ്മുടെ കുട്ടികൾ അല്ല ചെറുപ്പക്കാരായ കുട്ടികൾ പ്രായ ആൾക്കാർ നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചും IT അനുസരിച്ചും സൈബർ കേസ് അനുസരിച്ചും കുറ്റകരമാണ്. പക്ഷേ പലർക്കും അത് അറിയില്ല. എങ്ങനെയാണ് കുറ്റകരമാകുന്നതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇനി അതേപ്പറ്റിയാണ് ഞാൻ കൂടുതലും ഇപ്പം ചെറുപ്പക്കാരായ ആൾക്കാരും ഒരു പ്രായമുള്ളവരോടൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് പലതും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ സൈബർ കുറ്റങ്ങളാണ്. ഇന്ത്യൻ പീനൽ കോഡിൽ ഒരു വകുപ്പ് പറഞ്ഞിട്ടുണ്ട് 354 IPC, 354A, 354B, 354C, 354D. ഇതിനകത്താണ് നമ്മൾ ചെയ്യുന്ന പല നിത്യവും ചെയ്യുന്ന കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ചെയ്യുന്ന പല പ്രവൃത്തികളും കുറ്റകരമാണ്. 354-നകത്താണ് അത് വരുന്നത്. അതിനകത്ത് 2 വാക്കുകളുണ്ട്. ഒയൂറിസം, ഇംഗ്ലീഷ് വാക്കാണ് ഒയൂർ, VOEURISM, ഒയൂറിസം. പിന്നെ സ്റ്റോക്കിംഗ്, STALKING, സ്റ്റോക്കിംഗ്. ഇത് ഈ 354 വകുപ്പിനകത്ത് വരുന്നതാണ്. അതെങ്ങനെയാണ് കുറ്റകരമാകുന്നതെന്ന് ചില ഇൻസ്റ്റൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം സെക്രട്ടറിയുടെ പാളയത്ത് നിൽക്കുന്നത്, അല്ലെ സെക്രട്ടറിയുടെ നിന്ന് പാളയത്ത് നിൽക്കുകയാണ് ഒരു പയ്യൻ. അന്നേരം കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടി പാളയത്ത് നിന്ന് ബസ് കയറുന്നു. ഇവന് കൗതുകം തോന്നി, ഇവനും ബസ് കയറി. ആ കുട്ടി നേരെ കിഴക്കേക്കോട്ടയിൽ, തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ ഇറങ്ങി. അവിടെ ബ്രാഹ്മിൻസ് കോളനി ധാരാളം, അങ്ങോട്ട് നടന്ന കൊച്ച്, അത് ചെറിയ ജോലിയുണ്ട്. അവിടെ പോയി അതിൻ്റെ വീട്ടിൽ ചെന്ന് കയറി. ഈ പയ്യന് ആ കുട്ടിയുടെ പുറകെ പോയി കിഴക്കേക്കോട്ട ഇറങ്ങി. ആ കുട്ടി നടന്നു പോകുന്നതിൻ്റെ പുറകെ അങ്ങ് നടന്നു. ആ കുട്ടി വീട്ടിലോട്ട് കയറിപ്പോയി. വീടും കഴിഞ്ഞ് ഇയാൾ നടന്നിട്ട് അപ്പുറം വശത്ത് കൂടെ നടന്നു. ഇയാൾ വീണ്ടും പാളയത്ത് വന്നു. ഇയാളെ വീട്ടിൽ പോയി. ഇതൊരു 6 മാസം നടന്നു. കൗതുകം, ആ കൊച്ചിനോടുള്ള ഇഷ്ടം. പക്ഷേ ഡയലോഗില്ല, അതിനോട് മോശമായി പെരുമാറിയുന്നില്ല, കളയുടെ റിമാർക്സ് ഒന്നും പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. ചുമ്മാ നോക്കും. ആ കുട്ടി കുറച്ച് നാൾ ഇത് കണ്ടുമില്ല. 1-2 പ്രാവശ്യം ആ കുട്ടി ഒന്ന് നോക്കി ഇയാൾ, അത്ര തന്നെ. അതിലപ്പുറത്തോട്ടൊന്നുമില്ല. ആ കുട്ടിയൊന്നുമില്ല ഡയലോഗ്, ഇയാളും ഒരു ഡയലോഗില്ല. അപ്പോൾ ഇതൊരു കുറ്റമല്ല എന്നാണ് നമ്മുടെയൊക്കെ ധാരണ. നമ്മളെല്ലാവരും ചെയ്യുന്ന പ്രവൃത്തിയാണ്. പുറകെ നടക്കും, പക്ഷേ കുറ്റമാണ്. 354 ഇത്, 354 IPC ആണ്. ആ കുട്ടി 2-3 പ്രാവശ്യം പിന്തിരിഞ്ഞ് നോക്കിയില്ല ഏതെങ്കിലും സമയം. ഒരാൾ നിത്യം ഇങ്ങനെ നടക്കുന്നുണ്ട്, ഡയലോഗൊന്നുമില്ല, സംഭാഷണമില്ല, കമൻ്റ് ഇല്ല, കണ്ണടിച്ച് കാണിക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷേ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു ഇൻറ്റിമിഡേഷൻ, ഒരു ഭീതി, ഒരു ഭയം തോന്നിയില്ല ഒരു സെക്കൻഡെങ്കിലും. അതൊരു കുറ്റമാണ്. 354 അനുസരിച്ച് 1 വർഷം മുതൽ 3 വർഷം വരെ തടവ് കിട്ടുന്ന കുറ്റകരമാണ്. ബസ്സിൽ നമ്മൾ കയറും, നല്ല തിരക്കുണ്ട്. പയ്യന്മാർ ബസ് പെൺകുട്ടികളോട് ചേർന്ന് നിൽക്കും. അറിയാതെ ഒന്നും മുട്ടിപ്പോയാൽ കുഴപ്പമില്ല. ആ ചേർന്ന് ഒരു 10 മിനിറ്റ് 1/2 മണിക്ക് ബസ് അപ്പുറത്ത് 2 പേര് ഇറങ്ങുന്നിടം വരെ ചേർന്ന് അങ്ങ് നിൽക്കുക. കോൺടാക്റ്റ്, ഫിസിക്കൽ കോൺടാക്റ്റ് 354 തന്നെ വരുന്നതാണ്. ബസ്സിലും ട്രെയിനിലൊക്കെ പയ്യന്മാർ യാത്ര ചെയ്യും. മൊബൈൽ ഫോൺ എപ്പോഴും ഇട്ട് കളിക്കുന്ന കാണാം. അതിൻ്റെ പോർണോഗ്രാഫിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ചില സ്ത്രീകളുടെ അല്ലെങ്കിൽ ചില പുരുഷന്മാരുടെ ചില പോസുകൾ, ചില നേക്കഡായിട്ടുള്ള ചില സീനൊക്കെ എടുത്തിട്ട് നമ്മളിരുന്ന് കാണും. അടുത്ത് ട്രെയിനിൽ അടുത്തിരിക്കുന്ന പെങ്കൊച്ചു അത് വന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെയാണ് കാണുന്നത്. നമ്മൾ സ്വകാര്യമായിട്ട് കാണുന്നതല്ല, അപ്പുറത്തുള്ളവർ ഒന്ന് കണ്ടോട്ടെ ചെറുക്കൻ എന്താ കാണുന്നതെന്ന്.